ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം അത് ഡൽഹിയിലാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി എംപിമാരുടെ കൂടിക്കാഴ്ച നടന്നു. ആ കൂടിക്കാഴ്ചയിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടാം, അവരുടെ ജാമ്യത്തിനായി ഇടപെടാമെന്ന ഉറപ്പ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവർ ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ടു എന്നതാണ് എംപിമാരുടെ പ്രതികരണം. അത് തുടരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ വേണ്ട. അജീഷ്, നമുക്ക് പ്രത്യാശ നൽകുന്ന വാർത്തയാണ് തലസ്ഥാനത്ത് നിന്ന് വരുന്നത്. അത് ഛത്തീസ്ഗഡ് സർക്കാരുമായി കേന്ദ്രം ബന്ധപ്പെട്ടു. അപ്പോൾ ഇതിൽ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്, NIAക്ക് ഈ കേസ് പോയതിൽ ഉൾപ്പെടെ അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന എംപിമാർ പറഞ്ഞിട്ടുള്ളത്. ആ തരത്തിലേക്ക് തുടർ നീക്കങ്ങൾ ഉണ്ടാകും എന്ന്, അതിൽ പിന്തുണയുണ്ടാകും എന്നൊക്കെ ഉറപ്പാണ് കേന്ദ്രത്തിൽ നമുക്ക് ലഭിക്കുന്നത്. വിടുതൽ ഹർജി നൽകാനുള്ള തീരുമാനത്തിലേക്കൊക്കെ പോവുകയാണ് NIAയിൽ നിന്ന് ഈ കേസ് മാറ്റുന്നതിനായി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിശദാംശങ്ങൾ വരുന്നുണ്ടോ? സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഛത്തീസ്ഗഡ് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിന് എന്ന തരത്തിലേക്കാണ് പ്രതികരണം. അനുജ, ഇതുവരേക്കും ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നോ അത്തരത്തിൽ ഒരു വിവരങ്ങൾ അല്ലെങ്കിൽ മറുപടിയും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിൽ തന്നെയുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയുമായി കണ്ട് സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരുപക്ഷെ ഈ ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകുമ്പോൾ, ഹൈക്കോടതിയിൽ അർജൻസി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹർജി നൽകുമ്പോൾ ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലപാട് പ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ തന്നെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നാളെ കോടതി കേസ് പരിഗണിക്കുകയാണെങ്കിൽ അതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വിവരമാണ് ലഭിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ ഉണ്ടായതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ള ഒരു ആശങ്കയും അവര് പങ്കുവയ്ക്കാതിരിക്കുന്നില്ല. കാരണം നേരത്തെയും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സെഷൻസ് കോടതിയിൽ കേസ് വരുമ്പോൾ സർക്കാർ അത് എതിർക്കില്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ എതിർത്തത് ബജരംഗദളിനൊപ്പം സർക്കാർ തന്നെയായിരുന്നു. പിന്നീടാണ് ഈ കേരളത്തിലെ ഇടപെടൽ, കേരളത്തിലെ BJPയുടെ പ്രതിനിധി അടക്കം ഇവിടെ വന്ന് നടത്തിയ ഇടപെടൽ, അതൊന്നും വലിയ സമ്മർദ്ദങ്ങളൊന്നും ഫലപ്രദമായില്ല എന്ന് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. എന്തായാലും ഈ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഒരു പക്ഷേ അത് ശുഭസൂചനയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഹൈക്കോടതിയിൽ, NIA കോടതിയിൽ പോകാതെ തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ പോകാനാണ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത്. ഡൽഹിയിലെയും ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലെ തന്നെ മുതിർന്ന അഭിഭാഷകരും ഇവിടെ എത്തും. നിലവിൽ ഈ ഛത്തീസ്ഗഡിലുള്ള തന്നെ അഭിഭാഷകൻ വഴിയായിരിക്കും കേസ് നൽകുന്നത്. പക്ഷേ ഈ മുതിർന്ന അഭിഭാഷകരുടെ സാന്നിധ്യം, അവരുടെ നിയമോപദേശം അടക്കം വാങ്ങിക്കൊണ്ടായിരിക്കും. അതിലിപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത അജീഷ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ അവിടുത്തെ സർക്കാർ പറയുന്നതിന് കടകവിരുദ്ധമാണ് കേന്ദ്രം കൈക്കൊണ്ടിട്ടുള്ള നിലപാട്, പ്രതീക്ഷ നൽകുന്നതാണ്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ കൂടി ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. കാരണം പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ടാണ്, ആദ്യ തവണയും രണ്ടാമത്തെ തവണയും പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ടാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായത്. അദ്ദേഹം ഇന്ന് ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം ആഭ്യന്തരമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷ നൽകുന്നതാണ്, ശുഭസൂചനയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കന്യാസ്ത്രീകൾക്ക് ഉടൻ തന്നെ മോചനം ലഭിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണത്. കാരണം അമിത്ഷാ ഇടപെടുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡ് സർക്കാരിന്, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് അവർക്ക് ഒരുപക്ഷെ അത് ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ നൽകിയതുപോലുള്ള ഒരു അഫിഡവിറ്റ് നൽകാൻ അത് നൽകിയേക്കില്ല. ഒരുപക്ഷെ മയപ്പെടുത്തിയെങ്കിൽ ഇവർക്ക് പുറത്തിറങ്ങിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവരുടെ ഇനി തെളിവെടുപ്പടക്കം ആവശ്യമില്ല, കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, കേസ് അവിടെ തന്നെ നിൽക്കും. കേസ് പിന്നീട് അന്വേഷണമായി മുന്നോട്ട് പോകും എന്നായിരിക്കും ഹൈക്കോടതി അറിയിക്കുന്നത്. പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള ഒരു വഴി തുറക്കുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ FIR ഉൾപ്പെടെ റദ്ദാക്കണമെന്ന ആവശ്യം തങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ എംപിമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിരപരാധികളാണ് എന്നത് അമിത്ഷായ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ തരത്തിലേക്ക് നീക്കങ്ങൾ ഉണ്ടാകും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്. ഛത്തീസ്ഗഡ് സർക്കാരിനോട് അവർ ഈ വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതീക്ഷ നൽകുന്നതാണ്. അടുത്ത ദിവസം തന്നെ അവർക്ക് ജാമ്യം കിട്ടുക അല്ലെങ്കിൽ മോചനം എന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിരപരാധികൾ എന്നൊരു വാക്കുകൂടി വരുന്ന ഘട്ടത്തിലാണ് ഇത്രയും ഒരു പ്രതികരണം, ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകുന്നത്.